മാതാവിനും തിരുകുമാരനും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി മാറ്റിയതിനായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ പേര് ധന്യ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നത്, ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ മോൻ പറഞ്ഞിട്ടാണ്. മോൻ്റെ കാറ്റഗിസം ടീച്ചർ ഇവിടുത്തെ ഉടമ്പടി പത്രം കൊടുത്തിട്ട് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ മോന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കാറ്റഗിസം ക്ലാസ്സിൽ വെച്ചിട്ട്. അപ്പോൾ മോൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. 5 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മോൻ വന്നിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് കൃപാസനത്തിൽ മാതാവിനോട് പോയി പ്രാർത്ഥിക്കാം, മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരും, ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് സാക്ഷ്യം പറയണം എന്ന് മോൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വന്ന ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. വന്ന് അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. പിന്നെ അടുത്ത ഒരു പ്രാവശ്യം വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട് പോയ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഏറ്റവും ലാസ്റ്റാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ആ ട്രെയിൻ എനിക്ക് ഉറപ്പായിട്ടും കിട്ടത്തില്ല എന്ന് ഉറപ്പായിരുന്നു, കാരണം ഇവിടെ നിന്ന് ആ ടൈമിനാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ശക്തമായിട്ടൊരു മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മാതാവേ അത്ഭുതം എനിക്ക് ഇവിടെ നിന്ന് തുടങ്ങണം. മാതാവ് സഞ്ചാരി മാതാവെന്നാണ് ഇവിടെ അച്ഛനൊക്കെ പറയുന്നതും. അതുകൊണ്ട് എൻ്റെ കൂടെ സഞ്ചരിച്ച് എനിക്ക് എന്താണെങ്കിലും ഈ ട്രെയിൻ കിട്ടിയേ പറ്റൂ. ഈ ട്രെയിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് രാത്രിയാകും അടുത്ത ട്രെയിൻ. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ഒത്തിരി ലേറ്റാകും. അതുകൊണ്ട് ഈ ട്രെയിൻ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ബസ്സിൽ പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേർത്തല വരെയും ട്രെയിൻ കറക്റ്റ് ടൈമിന് വന്നുകൊണ്ടിരുന്ന ട്രെയിൻ ചേർത്തല മുതൽ ആലപ്പുഴ വരെ ലേറ്റായി. ആലപ്പുഴ മുതൽ ട്രിവാൻഡ്രം വരെ കറക്റ്റായിട്ട് ആ ഓൺ ടൈമിന് തന്നെ എത്തുകയും ചെയ്തു. അപ്പോൾ അത് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടലായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അന്ന് മുതൽ ശരിക്കും മാതാവിനോട് എനിക്ക് ഭയങ്കരമായിട്ടൊരു വിശ്വാസം കൂടിക്കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ മാതാവിൻ്റെ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് 2024 ഡിസംബറിൽ ഞാൻ പ്രഗ്നൻ്റാണെന്ന് അറിയുന്നു. ഭയങ്കര സന്തോഷം തോന്നി. അതും ഞാൻ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം പറഞ്ഞ് തൈലമൊക്കെ പൂശി അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. പ്രത്യക്ഷീകരണത്തിന് പ്രാർത്ഥന രാവിലെ ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങനെ പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞിട്ട് 3 മാസമായപ്പോൾ ഞാൻ ഡയബറ്റിക്കാണ്. അപ്പോൾ HbA1c എനിക്ക് 14 ഉണ്ടായിരുന്നു. കാണാൻ പോകുന്ന ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അടുത്തൊരു കുറിച്ച് ഞങ്ങൾ ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. ഒരിടത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം മോൻ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അടുത്തൊരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 3ാമത്തെ പ്രഗ്നൻ്റായി ഞാൻ 3ാമത്തെ മാസം എനിക്ക് BP ഹൈ ആയിട്ട് എൻ്റെ കണ്ണിലെ റെറ്റിന ഹെമറേജായി പോയി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഒന്നുകിൽ കുട്ടിയെ അബോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും വിശ്വസിക്കുന്നുണ്ടായിരുന്നു, പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാൻ വേണ്ടിയിട്ടാണ് മാതാവ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ തരുന്നത്. അതുകൊണ്ട് കണ്ണ് പോയാലും കുഴപ്പമില്ല, കുഞ്ഞ് ഞാൻ എന്താണെങ്കിലും ഉപേക്ഷിക്കത്തില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നു. മോളുടെ പേര് ഐഡ മരിയ. മാതാവിൻ്റെ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു മരിയ എന്നുള്ളൊരു പേരും കൂടെ ചേർത്തത്. മാതാവിൻ്റെ സമ്മാനം പോലെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ 6ാം മാസം മുതൽ എനിക്ക് വയറിൽ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ വേറൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യൂട്രസ് വലുതാകുന്നതിൻ്റെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞു, അതിന് ശേഷവും പെയിൻ അങ്ങനെ വന്നപ്പോൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തു നോക്കി. അപ്പോഴറിയുന്നത് ഗാൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെന്ന്. അത് ഡോക്ടേഴ്സ് പറഞ്ഞു എത്രയും വേഗം അത് സർജറി ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മാതാവ് എനിക്ക് സാക്ഷിയായിട്ട് ഇവിടെ വന്ന് പറയുമ്പോൾ എല്ലാം എനിക്കിത് പറയണം, ഇനി എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റോ ഒന്നും ചെയ്യാൻ വയ്യ, അത്രത്തോളം എനിക്ക് ഈ പ്രഗ്നൻസി സമയത്ത് ഞാൻ അത്ര കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ തന്നെ ഒരു അനുഗ്രഹം കൊണ്ട് അടുത്ത പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ പെയിൻ കുറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഗാൾ ബ്ലാഡറിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഇനി സർജറി ഒന്നും വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അത് അങ്ങനെ സംഭവിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചതുമില്ല. അത്രത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജ്. അടുത്ത ദിവസം തന്നെ വന്ന് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ മാതാവിനും ഈശോയ്ക്കും ഭയങ്കരമായിട്ടൊരു സന്തോഷവും നന്ദി അറിയിക്കുന്നുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നെക്കൊണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഞാൻ സാമ്പത്തികമായി സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഉടമ്പടി
തൈലം എപ്പോഴും എൻ്റെ പ്രഗ്നൻസി സമയത്തൊക്കെ ഞാൻ വയറിൽ എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ എക്സാം സമയത്ത് മോൻ പോകുമ്പോൾ മോൻ്റെ നെറ്റിയിലൊക്കെ കുരിശ് വരച്ച് വിടാറുണ്ടായിരുന്നു. അതുപോലെ ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണെങ്കിലും സ്കാനിങ്ങിന് കയറുമ്പോഴാണെങ്കിലും കയ്യിലെപ്പോഴും മുറുകെ പിടിച്ചിട്ട് കയറുന്നതൊക്കെ. അടുത്തെന്താ ഡോക്ടർ പറയുന്നതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ മാതാവിനെ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന പോലത്തെ രീതിയിൽ തന്നെയായിരുന്നു. സഞ്ചാരി മാതാവ് ശരിക്കും സത്യമാണ്, നമ്മുടെ കൂടെ എപ്പോഴും സഞ്ചരിച്ച് വരും. നമ്മളുടെ ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഏത് സിറ്റുവേഷനിലും മാതാവിനെ നമ്മൾ എത്രത്തോളം മുറുകെ പിടിച്ച് വിളിക്കുന്നു അത്രത്തോളം മാതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അത് ശരിക്കും നമ്മുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ അറിഞ്ഞ് രുചിച്ചറിഞ്ഞതാണ്. പത്രം കൊടുക്കാറുണ്ടായിരുന്നു. പത്രം കൊടുക്കുന്നത് കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിവില്ല, അങ്ങനത്തെ സ്ഥലങ്ങൾ നോക്കിയിട്ടായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇത്രത്തോളം അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 91 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥം നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ധന്യ MR ട്രിവാൻഡ്രം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് അറിയാനായിട്ടിടയായത് തൻ്റെ മകളിലൂടെയാണ്. കാറ്റഗിസം ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തതിൻ്റെയൊക്കെ വലിയൊരു ബോധ്യത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയെ അറിയുവാനായിട്ട് സാധിച്ചത്. ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ കടന്നു വരുമ്പോൾ തന്നെയാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹം ഇവിടുന്ന് കടന്നു പോകുമ്പോഴത്തേക്ക് ധന്യയുടെ മകളുടെ ധന്യയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടാക്ക സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുന്നുണ്ട്. തനിക്ക് പോകേണ്ട ട്രെയിനാണെങ്കിലും അത് ലേറ്റായതിനെ തുടർന്നാണെങ്കിലും അത് തുടർന്ന് എപ്രകാരം ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ ട്രെയിൻ കൃത്യസമയത്ത് കിട്ടുവാനും അത് പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതലായിട്ട് തൻ്റെ വിശ്വാസത്തെ അടുപ്പിക്കുന്ന തരത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും ഉടമ്പടിയിൽ വച്ചൊരു നിയോഗം തന്നെയാണ് തങ്ങൾക്ക് ഒരു മകനെ വേണമെന്നുള്ളത്. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞിന് ലഭിക്കുമ്പോൾ ഡയബറ്റിക് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പലരും വിഷമത്തോടു കൂടിയാണ് ഒരു കുഞ്ഞിനെ ഇനി നോക്കേണ്ട എന്നുള്ള രീതിയിലേക്കാണ് കടന്നു പോയിച്ചത്. എന്നാൽ പരിശ്രമം അനുഗ്രഹിച്ച് ചേർന്നുകൊണ്ട് അമ്മയോട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോയ ഉറച്ച വിശ്വാസം തന്നെ അത് കൺസീവ് ആകുകയും തുടർന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും ആ സമയത്ത് കടന്ന പ്രതിസന്ധിയിൽ തൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും കുഞ്ഞിനെ അബോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോഴും അമ്മ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളതും, അതായത് അമ്മ മാതാവ് എന്ന കുഞ്ഞിനെയാണ് അതെന്ത് തന്നെ വന്നാലും കുഞ്ഞിനെ ഞങ്ങൾ ജന്മം നൽകുന്ന തരത്തിലുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടു തന്നെ ആരോഗ്യത്തോടു കൂടെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും അതിനെ തുടർന്ന് പലവിധമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും സർജറി ചെയ്യണമെന്ന് പറഞ്ഞ പല ആവശ്യങ്ങളും വന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് അത് കുറച്ച് ഒരു രോഗസൗഖ്യമായിട്ട് സർജറി ഇല്ലാതെ കണ്ട് പൂർണ്ണമായൊരു സൗഖ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്തു. പൂർണ്ണമായിട്ട് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ ആൾക്കാർക്ക് മുമ്പിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമുക്ക് മുമ്പിൽ സാക്ഷ്യമായിട്ട് പങ്കുവെക്കുക. ഇനിയും ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.